ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ട്രീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം ഡയറക്റ്റ്ലി. ഓക്കെ, നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻസും കൂടെ പഠിക്കാനായിട്ടുണ്ട്. നോക്കാം. Okay, first one, computer file system. Files in computer memory can be organized into directories. A directory can contain both files and subdirectories. Files and subdirectories. The root directory contains the entire file system. Thus, a file system may be represented by a rooted tree. A rooted tree use നമുക്ക് represent ചെയ്യാം. Where the root represents the root directory, internal vertices represent subdirectories, and leaves represent ordinary files and empty directories. In this system, the file, okay, ഇന്നൊരു എക്സാമ്പിളിനകത്താണ് പറയുന്നത്. ഈ പഠിക്കുന്ന സെക്ഷൻസ് ഫ്രം ഹിയർ നമ്മളൊരു എക്സാമ്പിളിനകത്ത് കണക്ട് ചെയ്താണ് പറയുന്നത്. സോ നമുക്ക് എക്സാമ്പിൾ ആദ്യം നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സെക്ഷൻ. അതായത് നമുക്ക് റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ്. റൂട്ട് ഇതാണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യുക. ഇപ്പോൾ റൂട്ടിൽ നമുക്ക് 3 സെക്ഷൻസിനകത്തേക്ക് പോകുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്? ഒന്നെങ്കിൽ സബ് ഡയറക്ടറീസിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ റൂട്ട് ആണ് ആദ്യത്തേത്. ഇനി വരെ നമുക്ക് ഈ 3 സബ് ഡയറക്ടറീസിലേക്ക് പോകുന്ന കേസാണ്. അപ്പം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ, യൂഎസ്ആർ. ഇത് നമുക്കൊരു അടുത്ത സബ് ഡയറക്ടറിയാണ്. അവിടുന്ന് പിന്നെ അടുത്ത 3 ഫയൽസിലേക്ക് പോകുന്നു. പിന്നെ RJ എസ്പോൾ. ഇപ്പോൾ സ്പോൾസിലേക്ക് റീഡ് ചെയ്യട്ടെ. ഓരോ ഫയൽസിൻ്റെ പേരെന്നുള്ളൂ. നെക്സ്റ്റ് ഒന്ന് നോക്കി. അടുത്തത് ഇങ്ങനെ പല 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 സബ് ഡയറക്ടറീസിലേക്ക് പോകുന്നു. അവിടുന്ന് പിന്നെ ഫയൽസിലേക്ക് പോകുന്നു. ഇനി KHR എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ RJ എന്ന ഡയറക്ടറിയിൽ നിന്ന് പോകുന്ന അടുത്ത ഒരു ഫയലാണ് എന്ത്? KHR. ഇതുപോലെ നമുക്ക് പല ഫയൽസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ KHR എന്നുള്ള ഫയൽ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ അവിടെ പോകുന്ന റൂട്ടിൽ പോയിട്ട് ചോദിക്കും, റൂട്ട് എവിടെ പോകും? USRലേക്ക് പോകും, USR നിന്ന് RJയിലേക്ക് പോകും, RJ നിന്ന് KHRയിലേക്ക് പോകും. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ട്രീയിൽ നമ്മൾ റൂട്ടിൽ നിന്ന് ഓരോ എഡ്ജ് വഴി നെക്സ്റ്റ് വെർട്ടെക്സ് ചെന്ന് പോകുന്ന പോലെയാണ് ഇവിടെയും വരുന്നത്. Okay, next one. Tree connected parallel processors. A tree connected network is another important way to interconnect processors. അപ്പം നമ്മൾ ഗ്രാഫിൻ്റെ പഠിച്ച സമയത്ത് അറേയും ലീനിയർ പ്രോസസ്സിംഗ് ഒക്കെ പഠിച്ചായിരുന്നു, പാരലൽ പ്രോസസ്സിംഗ് ഒക്കെ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഒന്നാണ് ട്രീ കണക്റ്റഡ് പാരലൽ processors എന്ന് പറയുന്നത്. The graph representing such a network is a complete binary tree. This is a full binary tree where every root is at the same level. ഈ ലെവൽ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. Such a network interconnections n equal to 2 raised to k minus 1 processors. അത് നമ്മുടെ നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്. 2 raised to k minus 1 processors ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, where k is positive integer. A processor represented by a vertex v എടുക്കുന്നു. That is not a root or a leaf. ലീഫ് അല്ല റൂട്ടും അല്ല, അങ്ങനത്തെ ഒരു വെർട്ടെക്സ് ആണ് v. Has 3 two-way connections. 2 two-way connections ഉണ്ടാകും. 1 to the processor, ഒരെണ്ണം പ്രൊസസ്സറിലേക്ക് represented by the parent of v. വിയുടെ പേരൻ്റ് രീതിയിൽ പ്രൊസസ്സറിലേക്ക് പോകും. And 2 processors represented by the 2 children of v. എങ്ങനെയാണ് വിയുടെ ചിൽഡ്രൻ എന്ന രീതിയിലേക്ക് കണ്ടു പോകുന്നത്. അപ്പം ഒരു വെർട്ടെക്സ് v എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് 3 കണക്ഷൻസ് പോകുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ പ്രൊസസ്സർ പേരൻറ്റിലേക്കും, രണ്ടെണ്ണം നമ്മുടെ ചിൽഡ്രൻസ് ആയിട്ട് വരുന്ന പ്രൊസസ്സേഴ്സിലേക്കാണ് പോകുന്നത്. The processor represented by the root has 2 two-way connections to process represented by its children. A processor represented by a leaf v has a single two-way connection to parent of v. വിയുടെ പേരിൽ നിന്ന് നമുക്ക് ഒരു സിമ്പിൾ two-way കണക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. ദിസ് വൺ നോക്കി. P1 നമ്മുടെ റൂട്ടാണെന്ന് നോക്കുക. P1 നമുക്ക് 2 എണ്ണം പോകുന്നുണ്ട്, P2 P3. അവിടെ നമുക്ക് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? P2 നിന്ന് P4 P5ലേക്കും, P3 നിന്ന് P6 P7ലേക്കും. നോക്കി, നമുക്കൊരു 3-way കണക്ഷൻ കിട്ടുന്നത്. ഒരെണ്ണം നമ്മുടെ പേരൻ്റ് പ്രൊസസ്സർ നമ്മുടെ പേരൻറ്റിലേക്കും, രണ്ടെണ്ണം നമ്മുടെ ചിൽഡ്രനിലേക്കും പോകുന്ന രീതിയിലാണ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. ദെൻ വി മൂവ് ടു സം തിയറംസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന തിയറംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ചെറിയ ചെറിയ തിയറംസ് ആണ്. 2 മാർക്കിൻ്റെ സെക്ഷനകത്ത് ചോദിക്കാം, സംടൈംസ് മേ ബി നമ്മുടെ 5 മാർക്ക് സെക്ഷനകത്ത് ചോദിക്കാം. മാത്തമാറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പ്രീവിയസ്ലി പഠിച്ച തിയറംസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. നമ്മളൊരു തിയറം 1 പഠിച്ചത്, അതുകൊണ്ട് നമുക്ക് തിയറം 2 തന്നെ നമ്മൾ നെയിം ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എ ട്രീ വിത്ത് n വെർട്ടീസസ് ഹാസ് n-1 എഡ്ജസ്. ഒരു ട്രീ ഉണ്ട്, അതിന് വെർട്ടെക്സുകളുടെ എണ്ണം n ആണെങ്കിൽ n-1 എഡ്ജസ് ആയിരിക്കും അതിന് വരുന്നത്. ഇതാണ് നമ്മുടെ തിയറം. ഇത്രയും ചെറിയ തിയറമാണ്. പ്രൂഫ് നമ്മൾ മാത്തമാറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സോ നമുക്ക് പ്രൂഫ് നോക്കാം.
ബേസിക് സ്റ്റെപ്പ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് n ഈക്വൽ ടു 1 എടുക്കുന്നു. n ഈക്വൽ ടു 1 എടുത്താൽ n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. നമ്പർ ഓഫ് എഡ്ജസ് എന്താ 0 ആണ്. അപ്പോൾ എന്താ പ്രത്യേകിച്ച് എഡ്ജസ് നമുക്ക് നോക്കാനില്ല എങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ തിയറം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ട്രൂ. ആ കേസ് കിട്ടി, n ഈക്വൽ ടു 1 കിട്ടി. ഇനി നമ്മളൊരു ഇൻഡക്റ്റീവ് സ്റ്റെപ്പ്, നമ്മൾ ഒരു അസംഷൻ വെക്കുവാണ്. ദ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ട്രീ വിത്ത് k വെർട്ടീസസ് ഹാസ് k മൈനസ് 1 എഡ്ജസ്. ഇതാണല്ലോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഇവിടെ n ആണ്, നമ്മളൊരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടുള്ള k എടുക്കുന്നു. ആ k എടുക്കുന്നതിൽ k വെർട്ടക്സുള്ള ഒരു ട്രീ എടുത്താൽ അതിൽ k മൈനസ് 1 എഡ്ജസ് ആണ് ഉണ്ടാവുക എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സോ ദിസ് ഇസ് ദ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് റൈറ്റ് നൗ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, n എണ്ണത്തിനുണ്ട് എന്ന് അസ്യൂം ചെയ്താൽ n+1 എണ്ണത്തിനുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രീ എടുക്കുന്നു t, അതിന് k+1 വെർട്ടീസസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അതിനകത്തെ ഒരു വെർട്ടക്സ് ആണ് v, അതൊരു ലീഫാണ്. എങ്ങനെയാണ്? ലീഫാണ്. അതായത് ഇതിന് താഴത്തേക്ക് ഒരു ചൈൽഡ് നമുക്ക് വരുന്നില്ല. ഒരു സിംഗിൾട്ടൺ വെർട്ടക്സ്, ഒരു പെൻഡന്റ് വെർട്ടക്സ് ആയിട്ട് നിൽക്കുന്ന കേസാണ് v എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ട്രീ ഒരു ഫൈനൈറ്റ് കേസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വെർട്ടക്സ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ലെറ്റ് w ബി ദ പേരന്റ് ഓഫ് v. വിയുടെ പേരന്റ് ആണ് w. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ t എന്ന് പറഞ്ഞ ആ ഒരു ട്രീയിൽ നിന്ന് v എന്ന വെർട്ടക്സും അതിലേക്ക് കണക്ട് ചെയ്യുന്ന w എന്നുള്ള ആ എഡ്ജും അങ്ങോട്ട് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി? ഒറ്റൊരു വെർട്ടക്സും ഒരു എഡ്ജ് റിമൂവ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഒരു കുറച്ചൊരു ചെറിയൊരു ട്രീ തന്നെയാണ് കിട്ടുന്നത്. ടി ഡാഷ് എന്ന് വിളിക്കുന്നു. അതിന് എത്ര വെർട്ടക്സ് ഉണ്ട്? k വെർട്ടക്സ്. ആക്ച്വലി ടിയിൽ k+1 ആയിരുന്നു. അതിലത്തെ ഒരു വെർട്ടക്സ് ആണ് k+1 എന്ന് പറഞ്ഞ വെർട്ടക്സുകളിലെ ഒരെണ്ണമാണ് v. നമ്മൾ അതിനെ റിമൂവ് ചെയ്തു. ഇപ്പം നമുക്ക് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല, k വെർട്ടീസസ് ആണ് തന്നെ ഉള്ളത്. ബിക്കോസ് ദ റിസൾട്ട് ഗ്രാഫ് ഈസ് സ്റ്റിൽ കണക്റ്റഡ്. എന്താ, ഒറ്റ വെർട്ടക്സ് റിമൂവ് ചെയ്തിട്ടുള്ളൂ, അതൊരു ലീഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ആ ഗ്രാഫ് എന്ത് തന്നെയാണ്, കണക്റ്റഡ് ആണ്. സർക്യൂട്ട്സ് ഒന്നും നമുക്ക് അവിടെ കിട്ടുന്നില്ല. സോ ഇറ്റ്സ് അഗെയിൻ ട്രീ. ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് എന്താ പറഞ്ഞത്, ടി ഡാഷിന് k വെർട്ടക്സ് ഉള്ള ഏത് ഗ്രാഫ് എടുത്താലും ഏത് ട്രീ എടുത്താലും അതിന് k-1 എഡ്ജസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ടി ഡാഷ് എന്നുള്ള ആ ട്രീ ഏത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ തിയറത്തിന്റെ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ടി ഡാഷിലേക്ക് ഒരു വെർട്ടക്സും ഒരു എഡ്ജും കൂടെ ആഡ് ചെയ്താൽ എന്താ ഈ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ഒരു വെർട്ടക്സ് ആഡ് ചെയ്തപ്പോഴാണ് ഒരു എഡ്ജും കൂടെ വരുന്നത്. അപ്പം n വെർട്ടക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് ഉണ്ടെന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആയി. കെയുടെ കേസിൽ നമ്മളിത് പ്രൂവ് ചെയ്തു. സോ ടി എന്തായി? ടിയും ഒരു ട്രീ ആണ്. ദ എഡ്ജ് കണക്റ്റിംഗ് കണ്ടോ, വി ആൻഡ് w. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തിയറം കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു എക്സാമ്പിൾ ചുമ്മാ ഒരു ട്രീയുടെ എക്സാമ്പിൾ എടുത്ത് നോക്കാവേ. നമുക്ക് ആ പ്രീവിയസ് സെക്ഷനകത്ത് എക്സാമ്പിളിൽ കണ്ട പ്രൊസസ്സേഴ്സിൻ്റെ തന്നെ ഞാൻ വരയ്ക്കുക. ഓക്കെ, ദിസ് വൺ. ഇവിടെ നോക്കിയാൽ നമുക്ക് എത്ര വെർട്ടക്സ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 വെർട്ടക്സ് വരുന്നുണ്ട്. ഇനി എത്ര എഡ്ജ് ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 ആണ് വരുന്നത്. എക്സാക്ട്ലി n-1. സോ ഇറ്റ്സ് ട്രൂ. നമുക്ക് നെക്സ്റ്റ് തിയറം നോക്കാം. ഓക്കെ, ഇത് നമുക്ക് MRI ട്രീയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു തിയറമാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്റേണൽ വെർട്ടീസസിൻ്റെ എണ്ണം MRI ട്രീ ഒരു സ്പെഷ്യൽ കണക്ഷൻ യൂസ് ചെയ്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തിയറത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തിയറത്തിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് കണക്ട് ചെയ്ത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ നമുക്ക് ഫസ്റ്റ് തിയറം പഠിക്കാം. എ ഫുൾ MRI ട്രീ. ഫുൾ MRI ട്രീ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഇന്റേണൽ വെർട്ടീസസിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും, ആ m എന്നുള്ള പാടിക്കും. എ ഫുൾ MRI ട്രീ വിത്ത് i ഇന്റേണൽ വെർട്ടീസസ്. ഇന്റേണൽ വെർട്ടീസസ് ഫുൾ MRI ട്രീ contains n equal to mi+1 വെർട്ടീസസ്. mi+1 വെർട്ടീസസ് ആയിരിക്കും ആർക്കുണ്ടാകുന്നത്, നമ്മുടെ ഫുൾ MRI ട്രീക്ക് വരാൻ പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ പ്രൂഫും കൂടെ നോക്കിക്കാം. ചെറിയ പ്രൂഫാണ്. എവരി വെർട്ടക്സ് എക്സെപ്റ്റ് റൂട്ട് എന്താ, റൂട്ട് ഒഴിച്ച് ബാക്കി ഏതെടുത്താലും ഈസ് എ ചൈൽഡ് ഓഫ് ആൻ ഇന്റേണൽ വെർട്ടക്സ്. ഒരു ഇന്റേണൽ വെർട്ടക്സിന്റെ ചൈൽഡ് ആണ് റൂട്ട് ഒഴിച്ചുള്ള ബാക്കി എല്ലാ വെർട്ടക്സും. ബിക്കോസ് ഈച്ച് ഓഫ് ദ i ഇന്റേണൽ വെർട്ടീസസ് ഹാസ് m ചിൽഡ്രൻ. ഏത് ഇന്റേണൽ വെർട്ടക്സിൽ എടുത്താലും അതിനെല്ലാം നമുക്ക് എന്താ വരുന്നത്, m ചിൽഡ്രൻസ് വെച്ച് വരുന്നുണ്ട്. ദെൻ there are m into i വെർട്ടീസസ് ഇൻ ദ ട്രീ അതർ ദാൻ ദ റൂട്ട്. റൂട്ടിനെ കൂടാതെ നമുക്ക് m into i ഇന്റേണൽ വെർട്ടക്സ്, ഓരോ വെർട്ടക്സിനും m ചിൽഡ്രൻ വെച്ച്. സോ m into mi വെർട്ടീസസ് വരും അതർ ദാൻ ദ റൂട്ട്. Therefore the tree contains n equal to mi+1. mi ഇന്റേണൽ വെർട്ടീസസിൻ്റെ തന്നെ ഉണ്ട്. ദെൻ റൂട്ടിൻ്റെ ഒരെണ്ണം കൂടെ കൂട്ടി mi+1 വെർട്ടീസസ്. സപ്പോസ് ദാറ്റ് t is full MRI tree, let I be the number of internal vertices, L be the number of leaves. അങ്ങനെ വരുവാണെങ്കിൽ n-ഉം i-യും l-ഉം വെച്ചിട്ട് നമുക്ക്
ഈ ഇതിലേതെങ്കിലും വാല്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയത്തില്ലാത്ത കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമുക്കൊരു ചെറിയൊരു തിയറമാണ്. മീൻസ് നമ്മുടെ എ പാർട്ടിനകത്ത് 2 മാർക്കിൻ്റെ സെക്ഷനകത്ത് തിയറം തന്നിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം, എക്സാമ്പിൾസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു തിയറത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിനി വരാൻ പോകുന്നത് തിയറം 4 ആണ്. തിയറം 4ൻ്റെ സെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. തിയറം 1ന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.